കിടന്നു പാടുപേടുന്ന ലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെന്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാം. ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. മോക്ഷേ കൈകളാൽ തീർക്കാത്ത പാർത്തിടാമല്ലോ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് സെന്റ് തോമസ് ഇവാൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരിക്കുന്ന മോസ്റ്റ് റവറൻഡ് ഡോക്ടർ സി ബി മാത്യു തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ഈ സമയത്ത് തിരുമേനി അനുശോച വാക്കുകളും ദൈവികമായ സന്ദേശം നൽകുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ വേർപാടിന് ദുഃഖത്തിലിരിക്കുന്ന അഭിനന്ദ അലക്സാണ്ടർ തിരുമേനിയോടും മക്കൾ 4 പേരോടും അവരുടെ ജീവിത പങ്കാളികളോടും കൊച്ചുമക്കളോടും കുടുംബത്തിലും ചർച്ചയിലും സഭയിലും കൂട്ടായ്മയിലുമുള്ള എല്ലാവരും ഉള്ളതായ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് ഞാൻ വ്യക്തിപരമായും സഭയുടെ പേരിലും അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിച്ച് ധന്യമായ സേവനങ്ങൾ കാഴ്ചവെച്ച ഒരു ധീര മഹിളാരത്നത്തിന്റെ ഭൗതിക ശരീരത്തിനടുത്താകുന്നു ആയിരിക്കുന്നത്. എനിക്ക് ചെറുപ്പകാലം തൊട്ട് അഭിനന്ദ തിരുമേനിയെ ദൂരെ നിന്ന് പരിചയമുണ്ടായിരുന്നു, അടുത്തും പരിചയമുണ്ടായിട്ടുണ്ട്. എന്നാൽ കൊച്ചമ്മയുമായി പരിചയപ്പെടുന്നത് 2007 ശേഷം മാത്രമാണ്. എന്നാൽ മക്കളിൽ ഫിന്നച്ചനെയും അതുപോലെ എബിയെയും അറിയാമായിരുന്നു. 2007 മുതലുള്ളതായ പരിചയം നോക്കുമ്പോൾ അനേക പതിറ്റാണ്ടുകളിലെ ആ പരിചയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ആഴത്തിലേക്ക് വരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുമേനി തന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാകുന്നു. ഏറെക്കുറെ തീർത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം അത് ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ചു തീർന്ന് അവതാരി എഴുതുന്ന പശ്ചാത്തലത്തിൽ അവസാനത്തെ പാരഗ്രാഫ് എഴുതി കഴിഞ്ഞ 5 മിനിറ്റിനാണ് വെല്ലൂർ നിന്നും എനിക്ക് കോൾ വരുന്നത്, കൊച്ചമ്മ ക്ഷീണാവസ്ഥയിൽ സിംഗിങ്ങിലേക്ക് ആകുന്നുവെന്ന്. ഞാൻ ഓർക്കുമായിരുന്നു ആ പുസ്തകം വായിച്ചതിന് ഫലമായി കൊച്ചമ്മയെ കൂടുതൽ അടുത്തറിയുവാൻ എനിക്കിടയായി തീർന്നു. അപ്പോൾ ഇന്ന് തിരുമേനിയോടുകൂടെ കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയോട് പങ്കുവഹിച്ചതായ ഒരു ദൈവദാസി. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ചെറുപ്പകാലത്ത് തന്നെ സുവിശേഷ ദർശനം ലഭിച്ച ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് സുവിശേഷത്തോടുള്ളതായ ആ കാഴ്ചപ്പാടിൽ വളർന്ന് ബൈബിൾ സെമിനാരിയിൽ പോയി പഠിക്കുകയും ഒരു ആശ്രമജീവിയായി സുവിശേഷ വേലയിൽ കുറെ കാലം പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം 1971 തിരുമേനിയുടെ ജീവിത പങ്കാളിയായി തീർന്ന് കഴിഞ്ഞ 42 വർഷക്കാലം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ കൊച്ചമ്മയെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് സ്തുതിക്കുന്നു. തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, തിരുമേനി അനുഭവിച്ചതിന്റെ എത്രയോ മടങ്ങ് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് കൊച്ചമ്മ ഭവനത്തിൽ അനുഭവിച്ചതെന്നുള്ളത്. 4 കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരണം.
തിരുമേനി പൂർണ്ണസമയം വേലയ്ക്ക് പോകുന്നു. തനിക്ക് ലഭിക്കുന്ന സമയം അനുസരിച്ച് വേലയിൽ പങ്കാളിത്തം വഹിക്കുന്നു. ഇവിടെ നമ്മുടെ മുമ്പിൽ ചേതനയിൽ കിടക്കുന്ന ശരീരം ജീവനുള്ള സമയത്ത് കർത്താവിന് വേണ്ടി അനുഭവിച്ചതായ പങ്കപ്പാടുകളും സേവനത്തിനു വേണ്ടി ചെയ്തതായ ത്യാഗങ്ങളും എത്ര ശ്രേഷ്ഠമാകുന്നുവെന്ന് ഓർക്കുക. കഴിഞ്ഞ 4 വർഷം കൊച്ചമ്മ ക്യാൻസറിന്റെ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ കൃപ കൂടെയുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ ഡോക്ടർ കെ എം ജോർജാന് അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ക്യാൻസറിൽ കൂടെ കടന്നുപോയി. നിത്യതയിൽ കടന്നതിന് ശേഷം ഡോക്ടർ ജോർജ് ഒരു പുസ്തകം എഴുതി, ഗ്രേസ് ത്രൂ ദ ഗ്രേറ്റ് ഓഫ് ഗ്രേസ്. ഞാൻ ഓർക്കുക കൊച്ചമ്മ അത് തന്നെയായിരുന്നു. കൃപയുടെ വാതിലിൽ കൂടെ കടന്നുപോയതായ ഒരു അനുഭവം. കഴിഞ്ഞ 4 വർഷം ഈ അനുഭവത്തിലായിരുന്നപ്പോൾ ഒരു സമയം പോലും ദൈവത്തെ ദൂഷിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കൊച്ചമ്മ പ്രകാശനിൽ എഴുതിയ ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തോട് മല്ല് കെട്ടിയിട്ടുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, എത്ര ധീരമായ ഒരു ജീവിതമായിരുന്നു. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മല്ല് കെട്ടി പലതും പിടിച്ചു വാങ്ങിക്കുന്ന സ്വഭാവക്കാരാണ്. പക്ഷെ കൊച്ചമ്മ ജീവനാകട്ടെ മരണമാകട്ടെ എന്റെ ഉടയവന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധി തന്നെ കീഴ്പ്പെടുത്തിയ ഒരു മാന്യ വനിതയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മ. കൊച്ചമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നിൽ കൂടെ യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണണം. കൊച്ചമ്മയുടെ ആയുഷ്കാലം മുഴുവൻ അത് കണ്ടിരുന്നു എന്ന സംശയമില്ല. കഴിഞ്ഞ 4 വർഷം ആ കർത്താവിന്റെ സൗന്ദര്യം കൊച്ചമ്മയിൽ കൂടെ തെളിഞ്ഞ് വന്നത് എത്രയോ ആയിരങ്ങൾ കണ്ടു. ദൈവത്തിന് സ്തോത്രം. കൊച്ചമ്മയുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുകയും മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേനിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും നമുക്കെല്ലാവർക്കും മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ഒരു വലിയ ധൈര്യമുണ്ട്. ധന്യമായി ജീവിച്ച ജീവിതം ശ്രേഷ്ഠമായി ജീവിച്ചു. തന്റെ പ്രത്യാശയിലേക്ക് കടന്നുപോയി. അതോർത്ത് നമുക്ക് ധൈര്യപ്പെടാം. നമുക്കറിയാം, നമുക്ക് വീണ്ടും കാണാം. ഈ മർത്യമായ ശരീരം മാറി അമർത്യത്തെ ധരിക്കും. ഈ ദ്രവത്തുള്ളത് മാറി അതിൽ ധരിക്കുന്നതായ ഒരു സമയമുണ്ട്. ആ നാളിനു വേണ്ടി പ്രത്യാശയോട് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഞാൻ വടക്കേന്ത്യയിലേക്കുള്ള യാത്രാമധ്യയാണ്. അതുകൊണ്ട് തിരുമേനിയോടും കുടുംബത്തോടും എൻ്റെ അപ്പോളജി ഞാൻ അറിയിക്കുകയാണ്. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. കർത്താവിന്റെ വലിയൊരു ദാസിക്ക് ശ്രേഷ്ഠമായ യാത്രയെ കൊടുക്കണം. അത് നമ്മുടെ പ്രത്യാശയുടെ ശുശ്രൂഷ കൂടെയാണല്ലോ. 70 ചൊല്ലുവാനും വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാനും 42 വർഷം ധന്യമായ കുടുംബജീവിതം നയിക്കുവാനും ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ വളർത്തി കർത്താവിന് കാഴ്ചവെക്കുവാനും തന്റെ ജീവിത പങ്കാളിയുടെ ശുശ്രൂഷയിൽ നല്ല പങ്കാളിത്തം വഹിച്ചുകൊണ്ട് പിന്നണിയായി നിന്ന് പ്രവർത്തിപ്പാനും ദൈവം സഹായിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലൊരു അന്ത്യം കിട്ടിയാൽ നല്ലതാണ്. ഉള്ള ജീവിതം നന്നായി ജീവിച്ച് നന്നായി അവസാനിപ്പിക്കുക. കൊച്ചമ്മയുടെ കാര്യത്തിൽ തീർച്ചയായും പറയാൻ നോക്കും. ഷീ സ്റ്റാർട്ടഡ് വെൽ, നന്നായി ആരംഭിച്ചു. ഷീ റാൻ വെൽ, നന്നായി ഓടി. ആൻഡ് ഷീ ഫിനിഷ്ഡ് വെൽ, നന്നായി പൂർത്തീകരിച്ചു. ഈ നല്ല അനുഭവം നമുക്ക് എവർക്കുണ്ടാകുന്നതിന് വേണ്ടി ശിഷ്ടായുസ് നമുക്ക് ശോധന ചെയ്ത് സമർപ്പണത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കണം. ദൈവം സഹായിക്കട്ടെ. കൊച്ചമ്മയിൽക്കൂട് സെന്റ് തോമസ് ഇവാഞ്ചലിസ്റ്റ് ചർച്ച് ഓഫ് ഇന്ത്യക്ക് ലഭിച്ച എല്ലാ സേവനങ്ങൾക്കായിട്ടും ആകമാനമുള്ള ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ച സേവനങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും പ്രത്യാശയിലും പങ്കുചേരുകയും ചെയ്യുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും സഭയുടെ അനുശോചനം ഒരു പ്രാവശ്യം കൂടി രേഖപ്പെടുത്തുകയും നിങ്ങളുടെ പ്രത്യാശയിൽ ഞങ്ങൾ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നു എന്ന് ഓർപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ധന്യമായ ജീവിതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ഒരായുസ് എന്ന് ദാസിക്ക് കൊടുത്തു. അതിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപയിൽ നിലനിൽക്കുവാൻ, കൃപയിൽ വളരുവാൻ, കൃപയിൽ ശോഭിപ്പാൻ നിന്റെ ദാസിയെ നീ സഹായിച്ചു. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ചെറുപ്രായത്തിലെ അങ്ങയെ അറിയുന്നതിനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതിനും
ആ സമർപ്പണ നാൾ മുതൽ കഴിഞ്ഞ ദിവസം നിന്റെ ദാസിയെ വിളിച്ച് വേർതിരിക്കുന്നവരെയും ആ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് ത്യാഗപൂർവ്വം ജീവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസിയെ അവിടുന്ന് സഹായിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, തന്റെ ആയുസ് ധന്യമായി ജീവിച്ചു. തന്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷത്തിനു വേണ്ടി പോരാടി ത്യാഗങ്ങൾ ധാരാളം സഹിച്ചു. അവിടെ ദാനമായി കൊടുത്ത 4 മക്കളെ പ്രാർത്ഥിച്ച് കൃപയിൽ വളർത്തി ദൈവത്തിന് പ്രസാദമുള്ള 4 ജീവിതങ്ങളായി അവരെ രൂപാന്തരപ്പെടുത്തി സമൂഹത്തിന്, സഭയ്ക്ക് കാഴ്ചവെക്കുവാൻ നിന്റെ ദാസിയെ നീ സഹായിച്ചു. കർത്താവേ, അവരുടെ വളർച്ചയിൽ നിന്റെ ദാസി ചൊരിഞ്ഞിട്ടുള്ളതായ കണ്ണുനീരൊക്കെയും നിന്റെ ദാസിയുടെ പ്രാർത്ഥനകളൊക്കെയും തുരുത്തിയിൽ അവിടെ ശേഖരിച്ചു വെക്കുകയും അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുകയും ചെയ്തു ഓർത്ത് നന്ദിയോട് സ്തോത്രം. മക്കളെ 4 പേരെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, അതുപോലെ നിന്റെ ദാസിയുടെ സഹോദരങ്ങൾ സുവിശേഷ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ കുടുംബം കർത്താവേ, സുവിശേഷത്തിന് ചേർന്ന എല്ലാ സേവനങ്ങൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുവാൻ നിന്റെ ദാസിയെ നീ സഹായിച്ചു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതവും പ്രത്യാശയോടെ ഓടിത്തീർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭൂന്ന തിരുമേനിയെയും താവേ മക്കളെയും കുടുംബങ്ങളെയും ഒരു പ്രാവശ്യം കരങ്ങൾ വെക്കുന്നു. കുടുംബത്തിലും ചാൻസിലുള്ളവരെ കരങ്ങൾ വെക്കുന്നു. കർത്താവേ, അവരുടെ ദുഃഖത്തെ അവിടുന്ന് മാറ്റി പ്രത്യാശയോട് നിറച്ചിട്ടുള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. താവേ, നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതായ വസ്തുത എത്ര വാസ്തവമാണ് കർത്താവേ. അതുകൊണ്ട് നിന്റെ ദാസി കർത്താവേ ഇവിടുന്ന് മാറ്റപ്പെട്ടുവെങ്കിലും നിന്റെ സന്നിധിയിൽ ജീവനുള്ളവളാകും നിനക്കാര്യം ഞങ്ങൾക്കറിയാം. അവിടുന്ന് അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാകുന്നു. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല എന്ന് അവിടുന്ന് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് വിഭാഗത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും പ്രത്യാശയുടെ ഒരു അനുഭവമായി തീരുവാൻ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കാരണമാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുറന്നുള്ള ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ ദാസിയുടെ രോഗകാലത്തിൽ നിന്റെ മകളെ സൂക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ CMC ഹോസ്പിറ്റലിലും അവിടെയുള്ള പ്രിയപ്പെട്ടവർത്തിന് സ്തുതിക്കുന്നു. 1000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് നിന്റെ മക്കൾ ആശ്വാസമായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അവരെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഓർത്തിന് സ്തുതിക്കുന്നു. ഞങ്ങളുടെ അമരക്കാരനായി അവിടുന്ന് കൂടെ ഓർത്തിന് സ്തുതിക്കുന്നു. കാറ്റും ഓളവും കർത്താവെ അതിഭയങ്കരമായി വരുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും വിശ്വസ്തനായ കപ്പിത്താൻ കൂടെ ഉണ്ടെന്നുള്ളതായ ഉറപ്പിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിനായിട്ട് വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. നല്ല മാതൃകളെ പിന്തുടർന്ന് മുമ്പോട്ട് പോകുവാൻ അടികളെ സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും സഹവാസവും നാം എല്ലാവരോടും വിശേഷ പ്രിയപ്പെട്ട കുടുംബത്തോടും തുടർന്നുള്ള ശുശ്രൂഷ കൂടി ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഡോക്ടർ സി മാത്യു തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിന്റെ പേരിലും വ്യക്തിപരമായ നാമത്തിലും സെന്റ് തോമസ് ചർച്ച് ഓഫ് ഇന്ത്യ കൈപ്പറ്റയുടെ നാമധേയത്തിലും അറിയിക്കുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട പന്നച്ചൻ ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ പാലക്കാട് സെന്ററിൽ വർക്ക് ചെയ്യുന്ന പ്രിയ അച്ഛനാണ്. അച്ഛനൊരു വാക്ക് അനുശോചനം അറിയിക്കുന്നത്. വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒട്ടും സമയം എടുക്കുന്നില്ല. ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു കാര്യം, ഈ കൊച്ചമ്മയും എൻ്റെ മൂത്ത സഹോദരിയും കൂടെ ഒരുമിച്ച് TV തോമസ് അച്ഛൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് HBAയിൽ പഠിച്ചതാണ്. ബിഷപ്പ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കൊച്ചമ്മയെക്കുറിച്ച് എൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഈ ഞങ്ങളുടെ മധുരമ്പിയയിൽ കുടുംബത്തിൻ്റെയും TV തോമസ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും നിലമ്പൂർ തൃശ്ശൂർ പാലക്കാട് സെന്ററിന്റെയും നിലമ്പൂരിന്റെയും ഒക്കെ അനുശോചനം അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടും ഇന്ന് വൈകിട്ട് എനിക്കൊരു പ്രത്യേക പ്രോഗ്രാം വടക്കഞ്ചേരി ഇടവകയിലുള്ളതുകൊണ്ടും ഞാനിപ്പോൾ പോകുകയാണ്. വന്ന് പങ്കെടുക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാത്തിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു അച്ഛൻ.